മോനെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. മോളിവുഡ് ഒരു ഹോളിവുഡ് ടച്ചിലേക്ക് സിനിമയ്ക്കുള്ളിലെ പൊളിറ്റിക്സ് പച്ചയായിട്ട് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. കാരണം കിടിലൻ തീംസാണ്, നല്ല ജോണറാണ്, എക്സലൻറ്റ്. അതായത് നമുക്ക് ഫസ്റ്റ് ഹാഫ് പൊളിത്തിയിട്ടുണ്ട്, സംശയമൊന്നുമില്ല. കിടിലൻ സിനിമ, നല്ല നല്ല എല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ. തീർച്ചയായിട്ടും 100%. അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. പൂരഞ്ചത്തെ മീശയായിട്ട് നമ്മുടെ നസ്ലിൻ കൊണ്ടുവന്നു തൃശ്ശൂർ പൂരം പോലുള്ള ഒരു വെടിക്കെട്ട്. കിടിലൻ സിനിമ, സൂപ്പർ എല്ലാവരുടെ അഭിനയം. എസ്പെഷ്യലി നസ്ലിൻ്റെ ആ ഒരു എടുത്ത് പറഞ്ഞേ മതിയാവുള്ളൂ. മലയാള സിനിമയിൽ പുത്തൻ താരോദയം, സംശയമൊന്നുമില്ല. സൂപ്പർ നമുക്ക് ഉറപ്പിക്കാം. കാരണം എന്നറിയാമോ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് സ്വാഗതാർഹമാണ്. എസ്പെഷ്യലി കോമഡി, ചിന്തിക്കുന്ന കോമഡിയാണ് വരുന്നത്. പിന്നെ ഇങ്ങോട്ടേക്കുള്ള ബാക്കി നമുക്കെല്ലാം വരുന്നുണ്ട് ഇതിനകത്ത്. ഹ്യൂമർ വരുന്നുണ്ട്, സെൻസിറ്റിവിറ്റി വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. കോമഡി ആദ്യം ഫസ്റ്റ് ഹാഫിൽ ഒരു കിടിലൻ കോമഡി, അതായത് നമ്മൾ വെറുതെ ഒന്ന് കോമിക്കലായിട്ട് പോകുന്നതല്ല, ചിന്തിപ്പിക്കുന്ന കോമഡികളാണ് വരുന്നത്. നന്നായിട്ട് വർക്ക് കിട്ടിയിട്ടുണ്ട്. ഹാഫ് ടൈം വരെ പൊളിച്ചിട്ടുണ്ട്. എക്സൈറ്റ്മെൻറ്റ്, വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണ് എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നെക്സ്റ്റ് ഹാഫിന്. സത്യം, ഐ റിപ്പീറ്റ് വൺസ് മോർ അഗൈൻ, ആ മറ്റേ പൂരഞ്ചത്തെ മീശയായിട്ട് ആ ചെറിയ പൊടിമീശയും വെച്ചുകൊണ്ടുള്ള തൃശ്ശൂർ പൂരം പോലുള്ള ഒരു വെടിക്കെട്ടിന് തിരികൊളുത്തിയിട്ടുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്. ഓക്കെ, സുന്ദർനായകൻ്റെ ലൈക്ക് ഒരു സ്റ്റൈലുണ്ടല്ലോ, ഫിലിം മേക്കിംഗ് സ്റ്റൈൽ മുകുന്ദനുണ്ണിയിലുള്ള എക്സാക്ട് സെയിം ആണ്. പക്ഷേ ഫിലിം ഇൻഡസ്ട്രി പിന്നെ അത്രയ്ക്ക് ഡാർക്കല്ല, കുറച്ചുകൂടെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടാണ് പോകുന്നത്. സംഭവം അടിപൊളിയാണ്. ഇങ്ങനെ പ്ലോട്ട് ഒരു ജനറിക്, ഏകദേശം നമുക്ക് അറിയാവുന്ന പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷേ അത് അഭിനവ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ, അത് ഷൂട്ട് ചെയ്യുമ്പോൾ അതിനൊരു വേറൊരു ടോണാലിറ്റി ഉണ്ട്. അത് അടിപൊളിയാണ്.